അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വിശേഷം കൂട്ടുകാരെ? എല്ലാവരും ഹാപ്പി അല്ലേ? ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മൈൻഡ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ മനസ്സറിഞ്ഞ് എങ്ങനെ ജീവിക്കാം എന്നുള്ളതിനെ കുറിച്ച് പറയാനാണ്. നമുക്കറിയാം, ഉം, ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ഏരിയയാണ് മനസ്സറിഞ്ഞ് ഉള്ള നിസ്കാരം അല്ലെങ്കിൽ മനസ്സറിഞ്ഞുള്ള ജീവിതം എന്ന് പറയുന്നത്. ഇന്നത്തെ ലോകത്ത് സ്ട്രെസ്, ആങ്സൈറ്റി, ഓവർ തിങ്കിങ് ഇതൊക്കെ നമ്മളെ തളർത്തുന്ന സമയത്ത് ഇസ്ലാം നമ്മൾക്ക് നൽകിയിരിക്കുന്ന ചില ലളിതമായ പ്രാക്ടീസുകൾ നമ്മളെ എങ്ങനെ ശാന്തമാക്കുന്നു, അതാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇസ്ലാമിക ജീവിത ശൈലിയിലൂടെ മനസ്സിന്റെ ശാന്തിയും സമാധാനവും സന്തോഷവും. അതിന് പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, ഖുശൂഉള്ള നിസ്കാരം, ഫിക്റ്, സ്വന്തമായിട്ട് ആത്മപരിശോധന, അള്ളാഹുവിനോടുള്ള അടുപ്പം. ഇതെല്ലാം ചേർന്നാൽ തന്നെ മൈൻഡ്ഫുൾ എങ്ങനെ ഈസി ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് പലപ്പോഴും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? മനസ്സ് ഒരു സമാധാനം കുറവാണ്, പ്രാർത്ഥിക്കുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്, പക്ഷെ മനസ്സ് എവിടെയോ ഓടിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിന് കയ്യിൽ കിട്ടുന്നില്ല. നമുക്ക് സന്തോഷം ഉണ്ടെങ്കിലും ഉള്ളിൽ എന്തോ ഒരു ശൂന്യത, എന്തോ ഒരു കുറവ്. ഇന്നത്തെ ഈ ബിസി ലോകത്ത് മനസ്സിന് യഥാർത്ഥ സമാധാനം എവിടുന്ന് കിട്ടും? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാം പഠിപ്പിച്ച ലളിതമായ ചില കാര്യങ്ങള് ഇന്നത്തെ സ്ട്രെസ്സിനും ആങ്സൈറ്റിക്കും മരുന്നായി മാറുമെങ്കിലോ? അതെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അതിനെ പറ്റിയാണ്. മൈൻഡ്ഫുൾ ലിവിങ്. ഇസ്ലാമിക് പ്രിൻസിപ്പിളുകൾ ഉപയോഗിച്ച് മനസ്സിന്റെ വ്യക്തതയും സമാധാനവും സന്തോഷവും എങ്ങനെ നേടാം എന്നതാണ് ഇന്നത്തെ ക്ലാസ്. മൈൻഡ്ഫുൾ ലിവിങ് എന്ന് പറയുന്നത് മനസ്സറിഞ്ഞ് ജീവിക്കാം, ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നതാണ്. കഴിഞ്ഞത് ഓർത്ത് വിഷമിക്കാതിരിക്കാം, വരാനിരിക്കുന്നത് ഓർത്ത് പേടിക്കാതെ ഇപ്പോൾ എന്ന സമയത്ത് മനസ്സുണ്ടാവുക. ഇസ്ലാം ഇതിനെ വളരെ സുന്ദരമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് ഖുശൂഉള്ള നിസ്കാരം. മനസ്സിനെ സമാധാനം കൊണ്ടുവരാൻ ഏറ്റവും നല്ല മാർഗമാണ് ഖുശൂഉള്ള നിസ്കാരം. ഖുശൂ എന്ന് പറയുമ്പം അള്ളാഹുവിനോട് അടുക്കുന്നത്, അള്ളാഹുവായിട്ട് സംസാരിക്കുന്നത്, അള്ളാഹു ആയിട്ട് കണക്ട് ആവുന്നത് നമ്മുടെ ശരീരം മാത്രമല്ല, നമ്മുടെ മനസ്സും ഹൃദയവും അള്ളാഹുവിന് മുന്നിൽ നിൽക്കുന്നതാണ്. നിസ്കാരത്തിൽ നമ്മൾ പറയുന്ന ഓരോ വാക്കും നമ്മൾ കേൾക്കാൻ തുടങ്ങുമ്പോൾ മനസ്സ് പതുക്കെ ശാന്തമാവും. അള്ളാഹുവിന്റെ മുന്നിലാണ് എന്ന ബോധം, അള്ളാഹു എന്റെ മുന്നിൽ ഉണ്ട് എന്നുള്ള ബോധം നമ്മുടെ ഓവർ തിങ്കിങ്, ഒരുപാട് ചിന്തിക്കുന്നതിനെ ഒഴിവാക്കും, അത് സ്റ്റോപ്പ് ചെയ്യും. അതുപോലെ മറ്റൊരു മാർഗമാണ് ദിക്റ് ചെല്ലുക. നമ്മളെ മൈൻഡ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ണടച്ചിരുന്ന് കുറച്ച് സമയം ദിക്റ് ചെല്ലാൻ വേണ്ടിയിട്ട് ചെലവഴിക്കുക. ദിക്റ് എന്ന് പറയുമ്പോൾ തന്നെ ചിന്തിക്കുക എന്നാണ്, ഓർക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ചെലവഴിക്കുക. നമ്മളെ ചിന്തയിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അതൊക്കെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുക. കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെ ഹൃദയം ശാന്തമാകുന്നത്. ദിക്റ് ചെല്ലേണ്ട രീതി എങ്ങനെയാന്ന് വെച്ചാല്, നമ്മൾ ഖുശൂഉള്ള നിസ്കാരത്തിനെ കുറിച്ച് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ദിക്റ്, മനസ്സറിഞ്ഞുള്ള ദിക്റ് അല്ലെങ്കിൽ ഹൃദയം അറിഞ്ഞുള്ള ദിക്റ് എന്ന് വെച്ചാല് നമ്മൾ കണ്ണടച്ചിരിക്കുക, ഒരു ശ്വാസം എടുക്കുക, അൽഹംദുലില്ലാ, വീണ്ടും അൽഹംദുലില്ലാ, ഒരു ശ്വാസം ഒരു ദിക്റ്, ഒരു ശ്വാസം ഒരു ദിക്റ്. നമ്മൾ കണ്ണടയ്ക്കുന്ന സമയത്ത് നമ്മളെ മനസ്സാണ് ഓണാവുന്നത്. അതിനാണ് കണ്ണുകൾ അടയ്ക്കാൻ പറയുന്നത്. കണ്ണടച്ച് ഓരോ ശ്വാസത്തിന് ശേഷം ഓരോ ദിക്റ് ചെല്ലുന്ന സമയത്ത് നമ്മളെ മനസ്സ് നിറയാൻ തുടങ്ങും.
ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങൾ ഈ സമയത്ത് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണടയ്ക്കുക, നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അൽഹംദുലില്ലാ. നമ്മള് അള്ളാഹുവിനോട് നന്ദി പറയാൻ തുടങ്ങിയാല് നമുക്ക് ഓരോ ശ്വാസത്തിന് പോലും നന്ദി പറയേണ്ട അവസ്ഥയായി വരും അല്ലെ? കാരണം നമുക്ക് ഒരു നിമിഷം ഈ ശ്വാസം നിലച്ചു പോയാല് നമ്മളെ അവസ്ഥ എന്തായിരിക്കും? എത്ര ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും? അപ്പൊ ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള, അത്രയും വിലയുള്ള സാധനമാണ് അള്ളാഹു നമുക്ക് ഫ്രീ ആയിട്ട് ഒന്നും അറിയാതെ തന്നോണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാ. നമ്മളെ ഈ നാവിന്റെ ചലനം, നമ്മളെ ശബ്ദം, നമുക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ? നമ്മുടെ സ്വന്തം ശരീരത്തിനായാലും നമ്മുടെ ജീവിതത്തിലായാലും നമ്മളെ ചുറ്റുവട്ടത്തായാലും എല്ലാം, നമ്മളെ രിസത്തിനായാലും. അപ്പൊ ഇതിനെല്ലാം നമ്മൾ മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ പറയാം. ഓരോ അൽഹംദുലില്ലയിലും ഓരോ നമുക്ക് അള്ളാഹു തന്ന ഓരോ നിഅമത്തുകൾ, നമ്മളെ കാഴ്ച, കേൾവി, ഭക്ഷണം, വസ്ത്രം, ഈ വെളിച്ചം, ശബ്ദം, നാവ്, പല്ല്, ഹൃദയമിടിപ്പ്, ശ്വാസകോശം, ഇങ്ങനെ തുടങ്ങി നമ്മൾക്ക് അള്ളാഹു തന്നത് ഇങ്ങനെ എണ്ണാൻ തുടങ്ങിയാൽ തീരൂല. ഇങ്ങനെ നമ്മളെ അള്ളാഹുവായിട്ട് നന്ദി പറയുന്ന സമയത്ത് നമ്മളെ ഇല്ലായ്മയെ മറക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതേ രീതിയിൽ തന്നെ കണ്ണടച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ വേറൊരു ഇലാഹു ഇല്ല, ആരാധനയ്ക്ക് അർഹനില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ രീതിയിൽ ശ്വാസം എടുക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതേപോലെ ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്, അല്ലെങ്കിൽ അസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽ, ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽ വഹുവ റബ്ബുൽ അർശിൽ അളീം. ഈ രീതിയിൽ നമ്മുടെ ഓരോ ദുആകളും ഓരോ ദിക്റുകളും നമ്മൾ ഇങ്ങനെ ഹൃദയം കൊണ്ട് പറഞ്ഞു തുടങ്ങുക, ഹൃദയം കൊണ്ട് ഓർത്തു തുടങ്ങുക. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ഈ സമയത്ത് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് കിട്ടുന്നത്. ഒന്ന് മൈൻഡ്ഫുൾനെസ്, കിട്ടുന്നു. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, നമുക്ക് ആത്മീയമായ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു ചാൻസ്, നമ്മളെ റൂഹിന് അള്ളാഹുവായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു സമയം കൂടിയാണ് നമ്മൾ ഇതിലൂടെ കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മളെ റൂഹ് അള്ളാന്റെ അടുത്ത് നിന്ന് വന്നതാണ് അല്ലേ? നമ്മളെ ഉമ്മമാരെ വയറ്റില് എത്തുന്നതിന്റെ മുമ്പേ റൂഹ് ആകാശത്ത് നിൽക്കുന്ന ഒരു സമയമുണ്ട് അല്ലെ? റൂഹുകളെ മാത്രം ലോകത്ത്. അപ്പം അള്ളാന്റെ ആ റൂഹിന് എപ്പോഴും വേണ്ടത് അള്ളാഹുവിന്റെ അടുത്തേക്ക് എത്തുക എന്നുള്ളതാണ്. ആ റൂഹ് അള്ളാഹുവിനെ കാണുന്നതിലും അള്ളാഹുമായിട്ട് കണക്ട് ചെയ്യുന്നതിലുമാണ് സമാധാനം കണ്ടെത്തുക. അതുകൊണ്ടാണ് നമ്മൾ മറ്റെന്തൊക്കെ ചെയ്താലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ശൂന്യത വരുന്നത്. കാരണം റൂഹ് തൃപ്തിപ്പെട്ടിട്ടില്ല. നമ്മൾ അള്ളാഹുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ റൂഹ് തൃപ്തിപ്പെടുന്നത്. വേറെ നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചതുകൊണ്ടോ നമ്മൾ നല്ല വസ്ത്രം ധരിച്ചതുകൊണ്ടോ ഒന്നും നമ്മുടെ റൂഹിന് തൃപ്തിയാവുന്നില്ല. അപ്പം ഈ രീതിയിൽ ദിക്റ് ചെല്ലുന്ന സമയത്ത് നമുക്ക് മൈൻഡ്ഫുൾനെസ്സും അതേപോലെ തന്നെ നമ്മളെ റൂഹിനുള്ള സമാധാനവും നമ്മൾ അനുഭവിച്ചറിയാൻ തുടങ്ങും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത് ഏത് സമയത്തും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ നിസ്കരിച്ചിരുന്നിട്ട് ചെല്ലുന്ന ആ ദിക്റുകളും നമുക്ക് കണ്ണടച്ച് ഈ രീതിയിലേക്ക് മാറ്റുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഹൃദയം അറിഞ്ഞ് ദിക്റുകൾ ചൊല്ലാൻ പറ്റും. നിങ്ങൾ ഇതുവരെ 100 ദിക്റാണ് ചൊല്ലുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഒരു 33 തവണ ചൊല്ലിയാലും ഓക്കെയാണ്. കാരണം അള്ളാഹു ഒരുപാട് ചെയ്തോന്നുള്ളതല്ല നോക്കുക, നമ്മളെ ഹൃദയങ്ങളിലേക്ക് ഇതിന്റെ ക്വാളിറ്റിയാണ് നോക്കുക. നമ്മൾ മനസ്സറിഞ്ഞാണോ ചെയ്തത് അതോ വെറുതെ നാവ് കൊണ്ട് പറഞ്ഞതാണോ എന്നുള്ളത് നോക്കും. അപ്പൊ മനസ്സറിഞ്ഞ് ചെയ്യുന്നതിനാണ് പ്രതിഫലം കൂടുതൽ. അപ്പം ഈ രീതിയിൽ ചെയ്യുമ്പോൾ, അതുപോലെ നമ്മൾ തജ്വീദ് അനുസരിച്ച് ഖുർആൻ ഓതുമ്പോൾ കുറെ സമയം വേണമല്ലോ എന്ന് ചിന്തിക്കാതെ ഇതിനാണ് അള്ളാഹു കൂടുതൽ പ്രതിഫലം നൽകുന്നത് എന്ന് ഓർത്തുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കാം. അതുപോലെ ഇസ്ലാം സ്ട്രെസ്സിനെ എങ്ങനെ കാണുന്നു? സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഭാരങ്ങൾ, നമ്മളെ മനസ്സിന്റെ ഭാരങ്ങൾ അല്ലെ? അത് വിഷമങ്ങൾ ഉണ്ടാവാം, പ്രയാസങ്ങൾ ഉണ്ടാവാം, നാളെ വരാനിരിക്കുന്ന ടെൻഷനുകൾ ഉണ്ടാവാം. ഇതെല്ലാം നമ്മുടെ ഉള്ളിലുള്ള ഒരു ഭാരാണ്.
എന്നാൽ ഇസ്ലാം നമ്മളോ പറയുന്നത് എല്ലാ ഭാരവും നമ്മൾ ഒറ്റയ്ക്ക് ചുമക്കേണ്ട ആവശ്യമില്ല എന്നാണ്. നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ഏൽപ്പിക്കാം, അള്ളാഹിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കാം. നമ്മളെ ഇന്നലെകളും ഇന്നും നാളെയും എല്ലാം അള്ളാഹുവിന്റെ കൈകളിൽ സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കാം. അതുപോലെ നമുക്ക് നമ്മുടെ കൈകളിൽ ഇല്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ മക്കള് വീട്ടിൽ നിന്ന് പോയാൽ തിരിച്ചു വരുന്നവരെ നമ്മുടെ ഒരു നിയന്ത്രണത്തിലും ഇല്ലാത്ത കാര്യമാണ്. അപ്പം ആ സമയത്ത് നമ്മള് ടെൻഷൻ അടിച്ചതുകൊണ്ടോ സ്ട്രെസ് ഉണ്ടായതുകൊണ്ടോ കാര്യമില്ല. നമ്മൾ അള്ളാഹ്ക്ക് തവക്കൽ ചെയ്യാം, അള്ളാഹിന്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കാം. അള്ളാഹ്ക്ക് ഇതെല്ലാം ഈസി ആയിട്ടുള്ള കാര്യമാണ്. അത് ഏത് കാര്യവും ആവട്ടെ, നമ്മളെ കയ്യിൽ ഉള്ളതാണെന്ന് നമ്മൾ കരുതുന്നതായാലും ഇല്ലാത്തതാണെന്ന് കരുതുന്നതായാലും രണ്ടും അള്ളാഹ് നമുക്ക് ഞാമത്തും കഴിവും തന്നാലല്ലാതെ നമുക്കത് പിടിച്ചു വെക്കാനോ രക്ഷപ്പെടുത്താനോ കഴിയില്ല. അപ്പം നമ്മുടെ കൈകളിൽ ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും രണ്ടാണെങ്കിലും നമ്മൾ അള്ളാഹുവിൽ തവക്കൽ ചെയ്യാം. അതുപോലെ മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ ക്ഷമിക്കുക. അള്ളാഹു ഇതിൽ എന്തെങ്കിലും നന്മ എനിക്ക് കരുതിയിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ക്ഷമിക്കുക. കാരണം അതിനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് ഈ ചെറുതാവുമ്പോ അല്ലെങ്കിൽ ചെറിയ മക്കളെ അടുത്ത് കത്തി കിട്ടുന്ന സമയത്ത് നമ്മൾ ആ കത്തി കൊടുക്കൂല, മെല്ലെ വാങ്ങി വെക്കും. ആ കുഞ്ഞിനെ സോപ്പിട്ട് വാങ്ങും. ഓ സാരില്ല, ഇത് മോനിക്കുള്ളതല്ല എന്നുള്ള രീതിയിൽ. അപ്പൊ അതുപോലെ ആയിരിക്കും പല കാര്യങ്ങളും. കാരണം നമുക്ക് എന്താ അറിയാം, ആ കത്തി ആ കയ്യിൽ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത് ഇതുപോലെ ആയിരിക്കും. അള്ളാഹു പലപ്പോഴും നമ്മളെ കയ്യിൽ നിന്ന് പലതും വാങ്ങുന്നതും അല്ലെങ്കിൽ എടുത്തു മാറ്റുന്നതും. അതുപോലെ തന്നെ പല സമയത്തും നമുക്ക് വേണമെന്ന് തോന്നിയ കാര്യങ്ങൾ നമുക്ക് കിട്ടാതിരിക്കുന്നതും. കാരണം നമുക്ക് അതിന്റെ ഭവിഷ്യത്ത് നാളെ അതിന്റെ അല്ലെങ്കിൽ പിന്നീട് അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നമുക്ക് കാണാനുള്ള കാഴ്ചശക്തി ഇല്ല. പക്ഷെ അള്ളാഹ്ക്കറിയാം ഇത് ഇവൻക്ക് നല്ലതല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹു നമ്മളിൽ നിന്ന് അത് മാറ്റുന്നത്. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് നമ്മൾ ക്ഷമിക്കുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് അതിന് ഒരുപാട് പ്രതിഫലം തരുന്നുണ്ട്. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഓക്കെ അൽഹംദുലില്ലാഹ്, ഇത് അള്ളാന്റെ ഖദറാണ്, അള്ളാഹ് എനിക്ക് വിധിച്ചതാണ് എന്ന് വിശ്വസിക്കുന്നതോടുകൂടി അള്ളാഹു നമുക്ക് പ്രതിഫലങ്ങൾ ഏറ്റി തരാണ്. സുബ്ഹാനല്ലാഹ്. അതുപോലെ നമുക്ക് പ്രതികരിക്കാൻ ശേഷി ഉണ്ടായിട്ടും മറ്റുള്ള ഒരാള് വേദനിക്കല്ലോ എന്ന് അറിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യം കൊണ്ട് മാത്രം നമ്മൾ പ്രതികരിക്കാതെ ക്ഷമ കൈക്കൊള്ളുന്ന സമയത്ത് നമ്മൾ മിണ്ടാതിരിക്കുക. ആ മിണ്ടാതിരിക്കലിന് അള്ളാഹു നമുക്ക് പ്രതിഫലം തരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ക്ഷമ എന്ന് പറഞ്ഞാല് പല രീതിയിലുണ്ട്. സഹിക്കലുണ്ട്, നമ്മളെ മറ്റു വേദനകളൊക്കെ സഹിക്കുന്നുണ്ട്, അതിന് അള്ളാഹു പ്രതിഫലം തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മള് ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാല് വേറെ എന്തും സഹിച്ചും അത് നേടിയെടുക്കുക, അല്ലെങ്കിൽ അത് ആ തീരുമാനം നടപ്പിലാക്കുക. അല്ലെങ്കിൽ നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയത്ത് ഭയങ്കര തണുപ്പുണ്ട്, ഉറക്കം വരുന്നുണ്ട്, ക്ഷീണുണ്ട്, ഇതെല്ലാം വഴഞ്ഞു മാറ്റിക്കൊണ്ട് നമ്മളെ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എണീക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്ഷമയ്ക്ക് അള്ളാഹു പ്രതിഫലം തരുന്നുണ്ട്. നമ്മൾ 5 നേരം നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നമ്മള് മറ്റു പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ടാവും നിസ്കാരത്തിലേക്ക് തിരിയുന്നത്. അപ്പൊ ആ ക്ഷമയ്ക്ക് അള്ളാഹു പ്രതിഫലം തരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതെല്ലാം ദുആ, തവക്കല്, സബറ്, ഇതും എല്ലാം മനസ്സിനെ ലഘൂകരിക്കുന്ന ആയുധങ്ങളാണ്. ഇനി നമുക്ക് സന്തോഷമുള്ള ജീവിതത്തിലേക്ക് പോവാം. ജോയ്ഫുൾ ലൈഫ്. സന്തോഷം എന്നത് എല്ലാം പെർഫെക്റ്റ് ആയപ്പോ വരുന്ന ഒരു കാര്യമല്ല, നമ്മുടെ മനസ്സിന് ഒരു ആനന്ദത്തിലേക്ക് എത്തിക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലെ? അള്ളാഹുവില് എല്ലാം കൊടുത്തു കഴിഞ്ഞു. ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൽ തവക്കൽ ചെയ്ത് നമ്മുടെ റൂഹുമായിട്ട് നമ്മളൊന്ന് കണക്ട് ആവുക. നമ്മളെ റൂഹ്, നമ്മളെ ശരീരത്തിന്റെ ഉള്ളിൽ ഉള്ള ആ റൂഹ് ഉണ്ടല്ലോ, ആ റൂഹ് പോകുമ്പോഴല്ലേ നമ്മളെ ശരീരം മൃതദേഹമായി മാറുന്നത്, മരിച്ച ശരീരമായിട്ട് മാറുന്നത്. അപ്പം നമ്മുടെ മനസ്സും നമ്മളെ റൂഹുമായിട്ട് കണക്ട് ചെയ്യാം. നമ്മളെ റൂഹിന് വേണ്ടത് അള്ളാഹുമായിട്ടുള്ള കണക്ഷനാണ്. അപ്പം അത് എപ്പോഴും കൊടുത്തോണ്ടിരിക്കുക.
ആ സമയത്ത് നമ്മളെ റൂഹ് ഹാപ്പി ആയിരിക്കും. നമ്മളെ ആത്മാവ് ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് നമ്മളെ മനസ്സ് സ്വാഭാവികമായിട്ടും എപ്പോഴും ഹാപ്പി ആയിരിക്കും. നമ്മുടെ മനസ്സ് നിറഞ്ഞിട്ടാവും നമ്മൾ ജീവിക്കുന്നുണ്ടാവുക. അതിലേക്ക് നമ്മളെ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും എത്തിക്കാം. ഇതാണ് ശരിയായ സന്തോഷത്തിന്റെ അടിസ്ഥാനം. അല്ലാതെ നമ്മളെ ഉം, ഓരോ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ മാത്രം സന്തോഷം കണ്ടെത്തുക. ഇപ്പം ചിലർ പറയും എനിക്ക് മോളെ കെട്ടിച്ചിട്ട് വേണം ഒന്ന് സന്തോഷമായിട്ട് ജീവിക്കാൻ, അല്ലെങ്കിൽ എനിക്ക് ആ കാറ് കിട്ടിയിട്ട് വേണം ഒന്ന് അടിച്ചു പൊളിക്കാൻ. ഈ രീതിയിലാവുമ്പം മോളെ കെട്ടിച്ചാൽ സന്തോഷിക്കാൻ മതിയായിരിക്കും, പക്ഷെ അതും കുറച്ച് കാലമായിരിക്കും. പിന്നെ അടുത്ത സീക്വൻസ് വരും, അടുത്ത പ്രശ്നം വരും, അല്ലെങ്കിൽ അടുത്ത കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ വരും. ആ സമയം വീണ്ടും സന്തോഷം നിർത്തി വെക്കുക. ആ രീതിയിലല്ല അള്ളാഹു നമ്മളോട് ജീവിക്കാൻ പറഞ്ഞിട്ടില്ലേ. നമ്മൾ ഈ ഏതൊരു അവസ്ഥയിലാണോ ആ അവസ്ഥയിൽ പൊരുത്തപ്പെട്ടുകൊണ്ട് സമാധാനത്തോടെ ജീവിക്കണം, സന്തോഷത്തോടെ ജീവിക്കണം എന്ന് അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മള് ഉം, വേറെ പുറമേന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് സന്തോഷിക്കുന്നതിന് പകരം നമ്മൾ ഇപ്പോ ഉള്ള ഈ ഒരു അവസരത്തിലും നമ്മളെ ആത്മാവിന് നമ്മളെ ഹൃദയത്തിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കാം. ഇനി അതെങ്ങനെയെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും നിങ്ങൾക്ക്, അല്ലെ? ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്റെ ലൈഫിൽ. ഞാൻ വിചാരിച്ചാലും മാറ്റാൻ പറ്റാത്ത കുറെ പ്രശ്നങ്ങളുണ്ട്. ഇതിന്റെ ഇടയിലൊക്കെ എങ്ങനെയാണ് സന്തോഷിക്കുക? അതിനൊരു ചെറിയൊരു ഉദാഹരണം ഞാൻ തരാം. ഇപ്പോ ഇരിക്കുന്ന ഈ ഒരു യുദ്ധത്തിലൊന്ന് കണ്ണടയ്ക്കുക, എന്നിട്ട് ഒരു 3 ദീർഘ ശ്വാസം കണ്ണടച്ചുകൊണ്ട് നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, മെല്ലെ പുറത്തേക്ക്, വീണ്ടും നന്നായിട്ട് ഉള്ളിലേക്ക്, അതിന്റെ ഡബിൾ സ്പീഡിൽ എന്ന് വെച്ചാൽ മെല്ലെ പതുക്കെ ഡബിൾ ടൈം കൊണ്ട് പതുക്കെ പുറത്തേക്ക് വിടുക. വീണ്ടും ഓക്കെ, ഇങ്ങനെ 3 തവണ ശ്വാസോച്ഛ്വാസം നടത്തി. ഇനി കണ്ണടച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും സന്തോഷിച്ച ആ നിമിഷത്തിലേക്കൊന്ന് പോവാം. നിങ്ങളെ ലൈഫിൽ ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയ ആ നിമിഷം, അത് എന്തും ആവാം. ഒരു നല്ല വസ്ത്രം കിട്ടിയതായിരിക്കാം, നല്ല പെർഫ്യൂം കിട്ടിയതായിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ വിവാഹമായിരിക്കാം. നിങ്ങൾ അത്രയും സന്തോഷിച്ച ആ നിമിഷങ്ങളിലേക്ക് ഒന്ന് മനസ്സുകൊണ്ടൊന്ന് പോവാം. അപ്പോൾ നിങ്ങൾ അത് നന്നായിട്ട് ഓർമ്മിക്കുന്നുണ്ട്. നിങ്ങളെ ഉള്ളിൽ ആ ഒരു സന്തോഷത്തിന്റെ ആ ഒരു അവസ്ഥയിൽ എത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചിരിക്കുക, നിങ്ങളെ ചുണ്ട് സന്തോഷത്തോടെ ചിരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ചിരിക്കുക, ശരിക്കും നിങ്ങളെ മുഖം കൊണ്ട് ചിരിക്കുക. അതെ, അപ്പൊ നിങ്ങൾ ആ ഒരു സന്തോഷത്തിന്റെ നിമിഷത്തിലാണ്, നന്നായിട്ട് സന്തോഷിക്കുന്നുണ്ട്. നിങ്ങളെ ഉള്ളം നല്ലതായിട്ട് സന്തോഷിക്കുന്നുണ്ട്. നിങ്ങൾ ആ ഒരു അന്നത്തെ ആ ഒരു നല്ല നിമിഷങ്ങൾ മാത്രമാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് ശ്വാസം നടത്തും, നേരത്തെ പോലെ തന്നെ. ഈ കൈകൾ രണ്ടും നന്നായിട്ട് റബ്ബ് ചെയ്ത് ഉരസി മുഖത്ത് കൈകൾ വെച്ച് കണ്ണ് തുറക്കുക. ഓക്കെ, ഈ സമയം നിങ്ങൾക്ക് ഒരു സന്തോഷം കിട്ടിയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഈ സമയത്തും നിങ്ങളെ എല്ലാ പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ നിങ്ങളെ സിറ്റുവേഷനിലും നിങ്ങളെ ജീവിതത്തിലും ഒരു മാറ്റവും വന്നിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു നിമിഷം മൈൻഡ്ഫുൾ ആക്കാൻ കഴിഞ്ഞു, അല്ലെ? ഈ ഒരു കുറച്ച് സമയങ്ങള് നിങ്ങൾക്ക് അത്രയും മൈൻഡ്ഫുൾ ആക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അത്രയേ ഉള്ളൂ കാര്യം. നമ്മളെ കുറെ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സന്തോഷമൊക്കെ നമ്മളെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് നമ്മളൊന്ന് നോക്കണം, നമ്മളെ ഹൃദയത്തിലേക്കൊക്കെ ഇടയ്ക്കൊന്ന് നോക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മൈൻഡ്ഫുൾ ലിവിങ് എന്ന് പറയുന്നത് പുതിയ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ പുതുതായി വന്ന ഒരു കാര്യമൊന്നുമല്ല. നമ്മളെ ദീനിൽ തന്നെ ഉള്ള ഒരു മനോഹരമായ ജീവിത ശൈലിയാണ് നിസ്കാരം, ദിക്റ്, ദുആ. ഇതൊന്നും വെറും ആരാധനകളല്ല, നമ്മളെ മനസ്സിനും സമാധാനത്തിനും ആത്മാവിന്റെ സന്തോഷത്തിനും ഒക്കെയുള്ള അള്ളാഹു തന്ന സമ്മാനങ്ങളാണ്.
അപ്പൊ ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ, മൈൻഡ്ഫുൾ ലിവിങ് എന്ന് വെച്ചാല് ഉം, നമ്മളെ പുറമെ സ്ട്രോങ് ആണെങ്കിലും നമ്മളിൽ പലരും ഉള്ളിൽ ക്ഷീണിച്ചവരാണ്. നിസ്കരിക്കുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്, പക്ഷെ മനസ്സ് സമാധാനം ഇല്ല എന്ന് തോന്നുന്ന അവസ്ഥ. ഇന്നത്തെ ക്ലാസ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു പ്രസംഗമൊന്നും അല്ലായിരുന്നു, പക്ഷേങ്കില് മനസ്സിന് ആശ്വസിപ്പിക്കുന്ന ഒരു യാത്രയായിരുന്നു. നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈഫ് കിട്ടൂല, പക്ഷെ പ്രസന്റ് ആയിട്ടുള്ള ഇന്നത്തെ ലൈഫ്, ഇപ്പോഴത്തെ ലൈഫ് അത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞതിൽ കുടുങ്ങി ജീവിക്കാതിരിക്കുക, വരുന്നതിനെ പേടിച്ച് ഇന്ന് ഇപ്പോൾ എന്നുള്ളത് നശിപ്പിക്കാതിരിക്കുക. ഓക്കെ, ഇന്നലകളെ കയ്യിൽ നിന്ന് ഒഴിവാക്കുക, അത് പിടിച്ചു നിന്നിട്ട് കാര്യമില്ല. നാളുകളെ എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ചാടിക്കൊണ്ടേ ഇരിക്കാതിരിക്കുക. നമ്മൾ ഇന്ന് ആസ്വദിച്ച് ജീവിക്കുക, ഇപ്പോ ആസ്വദിച്ച് ജീവിക്കുക. ഇപ്പോ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്ന് വെച്ചാല് നമ്മൾ വുളൂ ചെയ്യുമ്പോൾ മനസ്സറിഞ്ഞ് വുളൂ ചെയ്യുക. നമ്മളെ തെറ്റുകളൊക്കെ പൊറുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് കൈ കഴുകുമ്പോഴും മുഖം കഴുകുമ്പോഴും വായ കഴുകുമ്പോഴൊക്കെയും ഈ കാര്യങ്ങളെ കൊണ്ട് ചെയ്ത തെറ്റുകളൊക്കെ പുറത്തു തന്നുകൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട്, മനസ്സറിഞ്ഞുകൊണ്ട് വുളൂ ചെയ്യുക. അതുപോലെ നിസ്കരിക്കുക. നിസ്കാരം ഖുശൂഉള്ളതാവുന്ന സമയത്ത് നമുക്ക് അത് മൈൻഡ്ഫുൾനെസ് ആണ്. ദിക്റ് ചെല്ലുന്ന സമയത്ത് മൈൻഡ്ഫുൾനെസ് ആണ്, നേരത്തെ പറഞ്ഞു. അപ്പോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമ്മളെ സ്ട്രെസ് വരുന്ന സമയത്ത് ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം ഇത് പറയാം. നമുക്ക് സ്ട്രെസ് വരാണ്, ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു, അള്ളാഹു അല്ലാതെ വേറൊരു ഇലാഹില്ല, അള്ളാഹു ആണ് ഭരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമൻ. ലാ ഇലാഹ ഇല്ലോ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. അവൻ ഏറ്റവും വഹുവ റബ്ബുൽ അർശിൽ അളീം. അതുപോലെ നമുക്ക് പേടി വരുന്ന സമയത്ത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹ്ക്കല്ലാതെ നമുക്കൊന്നിനും കഴിയില്ല, അള്ളാഹ്ക്ക് മാത്രമേ എല്ലാത്തിനും കഴിവുള്ളൂ. നമുക്ക് വിഷമം വരുന്ന സമയത്ത് അള്ളാഹുമ്മ റഹ്മത്തിക അർജു, അള്ളാഹുമ്മ റഹ്മത്തിക അർജു, ഈ രീതിയിൽ നമുക്ക് ഓരോ ദുആകളെ കൊണ്ടും നമ്മുടെ ഓരോ അവസ്ഥയിലും മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാൻ കഴിയും. എല്ലാം കറക്റ്റ് ആക്കണം എന്നൊന്നുമില്ല, അള്ളാഹു മതി എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ മതി. എനിക്ക് എല്ലാത്തിനും അള്ള മതി, അള്ള മതി, അള്ള മതി, ഈ രീതിയിൽ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ മൈൻഡ്ഫുൾനെസ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞു, ഫസ്റ്റ് ഒരു 5 മിനിറ്റ് ദിക്റ് ചെല്ലാം, മനസ്സറിഞ്ഞ് ദിക്റ് ചെല്ലുക. അതുപോലെ ഒരായത്തിന്റെങ്കിലും അർത്ഥം പഠിക്കുക. നമുക്ക് രാത്രിയിൽ അൽഹംദുലില്ലാ വെച്ചിട്ട് ഒരു ജേണൽ എഴുതുക, ഒരു 10 കാര്യത്തിനെങ്കിലും അൽഹംദുലില്ലാ പറയാം. നമ്മുടെ സുഖമുള്ള ജീവിതത്തിന് അല്ലെ, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഇപ്പോഴും ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആ അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ട് ഓരോ ദിവസവും ഉറങ്ങുന്നതിന്റെ മുന്നേ അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ട് ഒരു ജേണൽ എഴുതാൻ തുടങ്ങുക. അത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും ഈ ഒരു അൽഹംദുലില്ലാ ജേണൽ കൊണ്ട് തന്നെ. അതുപോലെ തന്നെ ഉള്ളതാണ് നമ്മൾ ഓരോ ദിവസം രാത്രി കിടക്കുന്ന സമയത്ത് ഓർക്കുക, ഇന്ന് ഞാൻ അള്ളാഹുവിനോട് കുറച്ചും കൂടി അടുത്തോ. ആ സമയത്ത് നമ്മളെ ഉള്ളിൽ അനുഭവിക്കുന്ന ഒരു സന്തോഷവും സമാധാനവും ഉണ്ട്. ഓക്കെ, ഞാൻ ഇന്നലത്തേലേറെ കൂടുതൽ അള്ളാഹുവിനോട് ഇന്ന് ഞാൻ അടുത്തിട്ടുണ്ട്. ഇന്ന് എനിക്ക് ഉണ്ടായ വിഷമങ്ങളൊക്കെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ആരൊക്കെ എന്നെ വിഷമിച്ചിട്ടുണ്ടോ അതൊക്കെ ഞാൻ പുറത്തു കൊടുക്കുക. അള്ളാഹു എന്റെ അടുത്ത് നിന്ന് വന്ന എല്ലാ തെറ്റുകളും നീ പുറത്തു തരണേ, ഈ രീതിയിൽ നമ്മൾ ദുആ ചെയ്യാം. അപ്പം നമ്മളെ ഉള്ളില് ആരോടെങ്കിലും ഇഷ്ടക്കുറവോ മറ്റോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ പുറത്തു കൊടുത്തു. അപ്പോൾ നമ്മളെ ഉള്ളു ക്ലീൻ ആയി. പിന്നെ അള്ളാഹുവിന്റെ അടുത്തുള്ള നമ്മളെ ഹിസാബ്, അതിൽ നിന്ന് നമ്മൾ
ഇന്ന് ചെയ്തത് മുഴുവനും പുറത്തു തരാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യുന്ന സമയത്ത് അതും ക്ലീനായി. നമ്മളെ എന്തെന്നില്ലാത്ത സന്തോഷത്തോടു കൂടി നമുക്ക് ഉറങ്ങാൻ കഴിയും. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. ഇങ്ങനെ ഓരോ ദിവസവും നമ്മുടെ ഓരോ ദിവസവും ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഇന്നത്തേക്കാൾ നന്നായിട്ട് നാളെ നമുക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുപോലെ ഞങ്ങൾ ചെയ്യുന്ന കോഴ്സിലേക്ക് ചേരാൻ താല്പര്യമുള്ളവര് താഴെ കമന്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, ജോയിൻ ചെയ്യുക. ഓക്കെ. സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള കോഴ്സാണ്. ഖുർആൻ ഹിഫ്ള്, തജ്വീദ്, തഫ്സീർ, തർജമ, കൂടെ എങ്ങനെ നല്ല മുസ്ലിമയായിട്ട് മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ എങ്ങനെ ജീവിക്കാം എന്നുള്ളതിന്റെ കോഴ്സാണ്. ഇൻഷാ അല്ലാ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. എല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിക്കുക, മനസ്സറിഞ്ഞ് ജീവിക്കുക. ഇന്നു മുതൽ ഈ നിമിഷം മുതൽ മനസ്സറിഞ്ഞ് ജീവിക്കുക. ചെറിയ കാര്യങ്ങൾക്ക് പോലും സന്തോഷം കണ്ടെത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.